ബ്ലോക്ക് എന്ന ചാപ്റ്ററിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ വാട്ട് ഗ്രൗണ്ട് ക്യാൻ യു സേ ദാറ്റ് സ്കാൻഡിയം Z=21 is a transition element but zinc Z=30 is not? സ്കാൻഡിയം എന്ന എലമെൻറ്റിൻ്റെ ആറ്റമിക് നമ്പർ 21 ആണ്, സിങ്കിൻ്റേത് 30 ആണ്. എന്തടിസ്ഥാനത്തിലാണ് സ്കാൻഡിയം ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണെന്നും എന്നാൽ സിങ്ക് ഒരു ട്രാൻസിഷൻ എലമെൻ്റ് അല്ല എന്നും പ്രസ്താവിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ സ്കാൻഡിയത്തിൻ്റെയും സിങ്കിൻ്റെയും ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട്. ആറ്റമിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പോൾ സ്കാൻഡിയം ആറ്റമിക് നമ്പർ 21, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കൂ. നമുക്കറിയാം 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. അവിടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s2, 3d1 ആണ്. The last electron is entering into the d orbital. എന്നാൽ d ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതുപോലെ തന്നെ സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. ഇവിടെ d ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 10 ഇലക്ട്രോൺ ആണ് d ഓർബിറ്റലിലുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിലാണ് ഇവിടെ സ്കാൻഡിയത്തിനെ ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ടും സിങ്കിനെ ഒരു ട്രാൻസിഷൻ എലമെൻ്റ് അല്ല എന്നും പറയുന്നത്. രണ്ട് എലമെൻറ്റുകളും ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ തന്നെയാണ്. നമുക്ക് പറയാം, ഓൺ ദ ബേസിസ് ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് 3d ഓർബിറ്റൽസ്, ഇൻ ദ കേസ് ഓഫ് സ്കാൻഡിയം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 3d1. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ട്രാൻസിഷൻ എലമെൻറ്റ്. എന്നാൽ in the case of zinc atom is having a completely filled d orbital, that is 3d10, in the ground state as well as in its oxidation state. Zinc atomത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും അതുപോലെ തന്നെ മറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലും 3d10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിനാൽ സിങ്ക് ആറ്റത്തിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ രണ്ട് എലമെൻസും ഡി ബ്ലോക്ക് എലമെൻസ് തന്നെയാണ്. വൈ ഡു ട്രാൻസിഷൻ എലമെൻറ്റ്സ് എക്സിബിറ്റ് ഹയർ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹയർ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം എന്താണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ ആറ്റംസ് ഫ്രം എ മിക്സ്ചർ ഓഫ് ആറ്റംസ്. ആറ്റംസിൻ്റെ ഒരു മിക്സറിൽ നിന്ന് ഓരോരോ ആറ്റത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജിയെയാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ സാധാരണയായിട്ട് കൂടുതലായി കാണപ്പെടുന്നു. എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം? നമുക്കറിയാവുന്ന പോലെ തന്നെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുമ്പോൾ അവയ്ക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതായിട്ട് കാണാം. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ആറ്റംസ് തമ്മിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ വരികയും അതുപോലെ തന്നെ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആകുകയും ചെയ്യുന്നു. ഇവിടെ ആറ്റംസ് തമ്മിൽ സ്ട്രോങ് ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഇവയെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാൽ ഹയർ എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇവയെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിക്കോസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ദെയർ ആറ്റംസ്, they have stronger interatomic interaction and they have stronger bonding between the atoms, resulting higher enthalpy of atomization. Why is Cr2 plus reducing and Mn3 plus is oxidizing when both have D4 configuration? Chromium 2 പ്ലസും മാംഗനീസ് 3 പ്ലസിനും D4 കോൺഫിഗറേഷൻ ആണെങ്കിൽ കൂടി ക്രോമിയം 2 പ്ലസ് റെഡ്യൂസിങ് ക്യാരക്ടറും മാംഗനീസ് 3 പ്ലസ് ഓക്സിഡൈസിങ് ക്യാരക്ടറുമാണ് കാണിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം, ക്രോമിയത്തിൻ്റെയും മാംഗനീസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആദ്യം ഒന്ന് എഴുതൂ. ക്രോമിയം ആറ്റമിക് നമ്പർ 24 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻഡ് ചെയ്യുന്നത് 4s1 3d5ലാണ്. d5 ഇലക്ട്രോൺസ് ഉള്ള ഒന്നാണ് ക്രോമിയം. ക്രോമിയം 2 പ്ലസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ എസിൽ ഒരു ഇലക്ട്രോണും
ഡിയിലുള്ള ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുകൊണ്ട് 3d4 ആയിട്ട് മാറുന്നു. എന്നാൽ മാംഗനീസിൻ്റെ കാര്യത്തിൽ ആറ്റമിക് നമ്പർ 25 ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 4s2 3d5 എന്ന് കിട്ടുന്നു. ഇവിടെ 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് മാംഗനീസ് 3+ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ കയ്യിൽ 3d4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ക്രോമിയം 2+നും മാംഗനീസ് 3+നും d4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എന്നാൽ ഇവ ചില ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെട്ട് കാണിക്കുന്നു. E0 വാല്യൂ ഓഫ് ക്രോമിയം എന്ന് പറയുന്നത് നെഗറ്റീവും എന്നാൽ മാംഗനീസിൻ്റേത് പോസിറ്റീവുമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു റെഡ്യൂസിങ് ഓക്സിഡൈസിങ് ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്ന് നോക്കൂ, ക്രോമിയം 2+ ഈസ് റെഡ്യൂസിങ് ബിക്കോസ് ഇറ്റ് കോൺഫിഗറേഷൻ ചേഞ്ചസ് ഫ്രം D4 to D3. ക്രോമിയം 2+ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് D3 ആയിട്ട് മാറാൻ പറ്റും, അതായത് T2G3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. അതിനാൽ ഇത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ക്രോമിയം 2+ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മാംഗനീസ് 3+ൻ്റെ കാര്യം നോക്കൂ. മാംഗനീസ് 3+ എപ്പോഴായിരിക്കും സ്റ്റേബിൾ ആവുക? മാംഗനീസ് 3+ മാംഗനീസ് 2+ ആയിട്ട് മാറുമ്പോൾ D4 കോൺഫിഗറേഷൻ D5 അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയിട്ട് മാറുന്നു. അതിനാൽ മാംഗനീസ് സ്റ്റേബിൾ ആവുന്നത് Mn3+ ചേഞ്ചസ് ടു Mn2+ ആൻഡ് 3d4 ചേഞ്ചസ് ടു 3d5. അതിനാലാണ് മാംഗനീസ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പോൾ 3d5 കോൺഫിഗറേഷൻ വരുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർ എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അതിനാൽ മാംഗനീസ് ഓക്സിഡൈസിങ് ക്യാരക്ടറും ക്രോമിയം റിഡ്യൂസിങ് ക്യാരക്ടറും കാണിക്കുന്നു. ഹൗ വുഡ് യു അക്കൗണ്ട് ഫോർ ദ ഇൻക്രീസിങ് oxidizing power of the series? VO2+ is less than Cr2O72- is less than MnO4-. ഇവിടെ വനേഡിയം, ക്രോമിയം, മാംഗനീസ് എന്നിവയുടെ ഓക്സൈഡുകൾ തന്നിരിക്കുന്നു. ഇപ്പോൾ ഇത്തരം ഓക്സൈഡുകളുടെ ഓക്സിഡൈസിങ് പവറിൻ്റെ ഓർഡറാണ് തന്നിരിക്കുന്നത്. വനേഡിയം ഓക്സൈഡ് ലെസ് ദാൻ ക്രോമിയം ഓക്സൈഡ് ലെസ് ദാൻ മാംഗനീസ്. വനേഡിയത്തിന് ഓക്സിഡൈസിങ് പവർ കുറവും മാംഗനീസിൻ്റേത് ഓക്സിഡൈസിങ് പവർ കൂടുതലുമാണ്. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് നമ്മുടെ ചോദ്യം. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓരോ കമ്പൗണ്ടിലെയും ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. VO2+ എന്ന കോമ്പൗണ്ടിൽ വനേഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. എന്നാൽ ക്രോമിയം ഓക്സൈഡിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. മാംഗനീസ് ഓക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. അതായത് നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അവയുടെ ഓക്സിഡൈസിങ് പവറും കൂടുന്നു. മാത്രമല്ല ദിസ് ഇൻക്രീസസ് ഡ്യൂ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് ലോവർ സ്പീഷീസ് വിച്ച് ദേ റെഡ്യൂസ്ഡ്. റെഡ്യൂസ് ചെയ്യപ്പെടുന്ന കോമ്പൗണ്ടുകളുടെ സ്റ്റെബിലിറ്റി ലോവർ സ്പീഷീസിന് കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 5+5ഉം മാംഗനീസിൻ്റേത് +7ഉം ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ എവിടെയാണോ ലോവർ സ്പീഷീസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറവുള്ളത് അവയ്ക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും എന്നതാണ് ഇതിന് പിന്നിലെ റീസൺ. ഫോർ ദ ഫസ്റ്റ് റോ ട്രാൻസിഷൻ മെറ്റൽസ് the E0 value are given. Explain the irregularities in the above values. Transition elements in the 3D transition series അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ എലമെൻസും അതോടൊപ്പം തന്നെ അവയുടെ E0 വാല്യൂവും തന്നിരിക്കുന്നു. E0 വാല്യൂകൾ ചെക്ക് ചെയ്തിട്ട് അതിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുകയും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കൂ, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ എന്നിവയുടെ E0 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ E0 വാല്യൂ ഫോർ വനേഡിയം -1.18, ക്രോമിയം -0.91, മാംഗനീസ് -1.18, അയൺ -0.44, കൊബാൾട്ട് -0.28, നിക്കൽ -0.25, കോപ്പർ ഇറ്റ് ഈസ് +0.34. ഇവയുടെ E0 വാല്യൂസ് പരിശോധിച്ച് കഴിഞ്ഞാൽ
ഈ വനേഡിയവും മാംഗനീസും ഒഴികെ ബാക്കിയുള്ള എലമെൻസിനെ നോക്കുമ്പോൾ ക്രോമിയം മുതൽ നിക്കൽ വരെ ദർ ഇസ് എ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ E0 വാല്യൂ അല്ലേ? എന്നാൽ അവരുടെ ഇടയിൽ 2 പേരുടെ മാത്രം ഇറഗുലാരിറ്റി ഉണ്ട്. കോപ്പറിൻ്റേത് പോസിറ്റീവുമാണ്. എന്താണ് ഈ ഇറഗുലാരിറ്റിക്ക് കാരണം? The irregularity can be explained on the basis of the variation of ionization enthalpy and sublimation enthalpy. പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് E0 വാല്യൂയുള്ള ഈ വേരിയേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. ഏതൊക്കെയാണവ? അയണൈസേഷൻ എൻതാൽപ്പിയും അതുപോലെ സബ്ലിമേഷൻ എൻതാൽപ്പിയും. അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് സബ്ലിമേഷൻ എൻതാൽപ്പി എന്ന 2 ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് E0 വാല്യൂയുള്ള ഇറഗുലാരിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വനേഡിയത്തിൻ്റെയും മാംഗനീസിൻ്റെയും അയണൈസേഷൻ എൻതാൽപ്പിയും അതുപോലെ തന്നെ സബ്ലിമേഷൻ എൻതാൽപ്പിയും കൺസിഡർ ചെയ്യുമ്പോൾ ദേ ആർ ഹാവിങ് റിലേറ്റീവ്ലി ലെസ് വാല്യൂസ് ആസ് കമ്പയർഡ് ടു ദ അതർ എലമെൻറ്റ്സ്. ബാക്കിയുള്ള എലമെൻറ്റുകളെ അപേക്ഷിച്ച് വനേഡിയത്തിൻ്റെയും മാംഗനീസിൻ്റെയും ഈ വാല്യൂസ് ഏതൊക്കെ വാല്യൂസ്? അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂവും സബ്ലിമേഷൻ വാല്യൂവും തമ്മിൽ അല്ലെങ്കിൽ സബ്ലിമേഷൻ എൻതാൽപ്പിയും വളരെ ലോവർ വാല്യൂ ആണ്. അതിനാലാണ് ഇവയ്ക്ക് ഈ ഇറഗുലാരിറ്റി കാണിക്കുന്നത്. E0 വാല്യൂവിലുള്ള ഇറഗുലാരിറ്റിക്കുള്ള കാരണം ഇതാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. Why is the E0 value for the Mn3+ bar Mn2+ couple much more positive than that of Cr3+ bar Cr or Fe3+ bar Fe2+? Explain. എന്താണ് അടുത്ത ചോദ്യം? മാംഗനീസ് 3+ മാംഗനീസ് 2+ ആയിട്ട് മാറുന്നതിൻ്റെയും ക്രോമിയം 3+ ക്രോമിയം ആയിട്ട് മാറുന്നതും Fe3+ Fe2+ ആയിട്ട് മാറുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മാംഗനീസ് കപ്പിളിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി മോർ പോസിറ്റീവാണ്. എന്താണ് അതിന് പിന്നിലുള്ള കാരണം? അപ്പം മാംഗനീസിനെ പറ്റി കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ തുടങ്ങാം. മാംഗനീസ് ആറ്റോമിക് നമ്പർ 25 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻഡ് ചെയ്യുന്നത് 4s2 3d5 ഇപ്പോൾ 4s2 3d5 ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള മാംഗനീസ് 3+ അയോൺസ് ആയിട്ട് മാറുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കൂ. മാംഗനീസ് 3+, അതായത് മാംഗനീസിൽ നിന്നും 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിട്ടാണ് മാംഗനീസ് 3+ ഉണ്ടാകുന്നത്. ഇവിടെ മാംഗനീസിലെ 4s2 നിന്ന് 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ 3d5 നിന്ന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. എന്നാൽ ഈ മൂന്നാമത്തെ ഇലക്ട്രോൺ നഷ്ടപ്പെടാനായിട്ട് വേണ്ടി വരുന്ന അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം? D5 അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് മാംഗനീസിൻ്റേത് അല്ലേ? അതുകൊണ്ട് തന്നെ D5 നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തുകൊണ്ട് D4 ആക്കി മാറ്റുന്നതിന് വേണ്ടി വരുന്ന അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അത് സാധാരണയായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. ആ ഒരു കാര്യത്തിൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ മാംഗനീസ് കപ്പിളിൻ്റെ പോസിറ്റീവ് വാല്യൂവിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് പറയാം, much larger third ionization enthalpy of manganese is responsible for the higher value of Mn3+ bar Mn2+ couple. അതിനാൽ തന്നെ മാംഗനീസ് 3+ എന്ന് പറയുന്ന സ്റ്റേറ്റ് സാധാരണയായിട്ട് അങ്ങനെ കാണാറില്ല, അല്ലെങ്കിൽ Mn3+ is having very little importance. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. Calculate the magnetic moment of a divalent ion in aqueous solution if its atomic number is 25. Atomic number 25 ആയിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ ഡൈവാലൻ്റ് അയോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ആറ്റോമിക് നമ്പർ 25 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ഡൈവാലൻ്റ് അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കൂ. ഡൈവാലൻ്റ് അയോൺ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ നിന്നും 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നു. വാലൻസ് ഷെല്ലിൽ നിന്നുമാണ് 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുക. ഇവിടെ 4s2 നിന്നുമാണ് 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ
ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d5. 3d5ലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻഡ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഓർബിറ്റലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ D5 എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ 5 ഇലക്ട്രോണുകളും അൺപെയർഡ് ഇലക്ട്രോണുകളാണ്. അപ്പോൾ ദെർഫോർ ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മാഗ്നറ്റിക് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? മാഗ്നറ്റിക് മൊമെൻറ്റ് mu ഈസ് ഈക്വൽ ടു √n(n+2) എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mu ഈസ് ഈക്വൽ ടു √5 × 5+2 എന്ന് ലഭിക്കുന്നു, അല്ലെങ്കിൽ √35 എന്ന് ലഭിക്കുന്നു. അപ്പോൾ √35ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 5.92. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ ആണ്. അതിനാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് mu ഈസ് ഈക്വൽ ടു 5.92 bm. അടുത്ത ഒരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഗിവ് വൺ എക്സാമ്പിൾ. എന്താണ് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുന്നത്? ഒരു ഉദാഹരണം പറയുക എന്നതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? വെൻ എ പെർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കംസ് ലെസ് സ്റ്റേബിൾ റിലേറ്റീവ് ടു ദ അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, one higher, one lower, it is said to undergo disproportionation. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ? ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മറ്റ് കോമ്പൗണ്ടിലെ സെയിം എലമെൻറ്റിൻ്റെ തന്നെ ഓക്സിജൻ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് സ്റ്റേബിൾ ആയിരിക്കുക. മാത്രവുമല്ല, ഈ ലെസ് സ്റ്റേബിൾ ആയിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാൾ കൂടിയ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്, കുറഞ്ഞ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്. അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്ന വ്യത്യാസമാണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം വഴി വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കൂ, MnO4 എന്ന മാംഗനീസിൻ്റെ ഒരു കോമ്പൗണ്ട് H+ അയോണുകളുടെ പ്രസൻസിൽ MnO4- ആയിട്ടും MnO2 ആയിട്ടും മാറുന്നു. ഇവിടെ ഈ 3 സ്പീഷീസിലും മാംഗനീസ് ആറ്റം അല്ലെങ്കിൽ മാംഗനീസ് എലമെൻറ്റ് പ്രസൻ്റ് ആണ്. ഓരോന്നിലെയും മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. ഇവിടെ MnO4 മാംഗനീസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. എന്നാൽ MnO4- മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7ഉം MnO2 +4ഉമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ, +6, +7, +4. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? മാംഗനീസ് 6 എന്ന് പറയുന്നത് കുറച്ചുകൂടെ അൺസ്റ്റേബിൾ ആണ്, which is related to manganese 7 and manganese 4 in the acidic solution. ഒരു അസിഡിക് സൊല്യൂഷനിൽ, അതായത് H+ അയോണിൻ്റെ പ്രസൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാംഗനീസ് 6 എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അതിനേക്കാൾ കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ +7ഉമായിട്ടും അതിനേക്കാൾ കുറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ +4ഉമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എലമെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിനേക്കാൾ കൂടിയ ഒന്നായിട്ടും അതിനേക്കാൾ കുറഞ്ഞ ഒന്നായിട്ടും മാറുന്ന തരം റിയാക്ഷൻസിനെയാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു മാറ്റത്തെയാണ് ഡിസ്പ്രപ്പോർഷനേഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം എ മെമ്പർ ഓഫ് ലാന്തനോയിഡ് സീരീസ് വിച്ച് ഈസ് വെൽ നോൺ ടു എക്സിബിറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സാധാരണയായിട്ട് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു ലാന്തനോയിഡ് സീരീസിലെ മെമ്പർ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ലാന്തനോയിഡ് സീരീസിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലാന്തനൈഡ്സ് അല്ലെങ്കിൽ ലാന്തനോയിഡ്സ് ഒരുപാട് വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവയാണെന്ന് നമ്മൾ കണ്ടു. ഇതിൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോമൺലി കാണിക്കുന്ന ഒരു എലമെൻ്റ് ആണ് സീറിയം. ആറ്റമിക് നമ്പർ Z is equal to 58. 58 ആറ്റമിക് നമ്പറുള്ള സീറിയമാണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാന്തനോയിഡ് എലമെൻറ്റ്. എന്തുകൊണ്ടാണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് കാണിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സീറിയം ആറ്റമിക് നമ്പർ 58 എഴുതിയിരിക്കുന്നു നോക്കൂ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 4p6, 3d10, 5s2, 4d10,
5p6, 4f1, 5d1, 6s2. ഇതിൽ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒന്ന് നോക്കാം. ഏറ്റവും ലാസ്റ്റ് ഷെല്ലുകളിൽ വരുന്ന ഇലക്ട്രോണുകളെ നോക്കൂ. 4f1, 5d1, 6s2. ഇങ്ങനെയുള്ള ഔട്ടർ ഷെല്ലിൽ വരുന്ന ഈ 4 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ടാണ് സാധാരണയായിട്ട് സീറിയം +4 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുന്നത്. അതിനാൽ ലാന്തനോയിഡ് സീരീസിൽ കോമൺ ആയിട്ടും +4 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുന്ന ഒരേ ഒരു എലമെൻറ്റ് സീറിയമാണ് എന്ന് മനസ്സിലാക്കാം.